എന്തുകൊണ്ട് ഈ പള്ളി ഇതിടാൻ ഇത് കാണിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പള്ളി. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറഞ്ഞ പോലെ കാണാനൊരു നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗാർഡനൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇത് ദിവ്യബലിയുടെ സമയങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തായാലും നിങ്ങളെ കാണിക്കുന്നുണ്ട്. സെന്റ് ജോസഫ് എന്ന് പറയുമ്പോൾ ഔസേപിതാവിൻ്റെ പള്ളിയാണ്. ഒന്നുങ്ങുന്നം ഒരു ചെറിയ ഇടവകയായിട്ടാണ് തോന്നിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അയ്യന്തോൾ പള്ളി അവരൊന്നും അങ്ങനെ പൊളിച്ച് വലിയൊരു പള്ളി പണിയാനൊന്നും അങ്ങനെ നിന്നിട്ടില്ല. നമ്മൾ പറയുന്ന പോലെ വലിയ പള്ളികളിലല്ല, ചിലപ്പോൾ ചെറിയ സംഗതി. യേശുദേവൻ ജെറുസലേം പള്ളി പണിതു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു രീതികൾ എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. നമ്മൾ വലിയ വലിയ പള്ളികൾ പണിയാറുണ്ട്. എല്ലാം ശരിയാണെന്നാണ് ഇന്നാളെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. നമുക്ക് വേണമെങ്കിൽ വലുത് പണിയാം, നമുക്ക് വേണമെങ്കിൽ ചെറുത് പണിയാം, വീടുകളായാലും പള്ളികളായാലും. പക്ഷെ വിശ്വാസം അതുപോലെ സംരക്ഷിക്കുക തന്നെ വേണം. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇപ്പം എൻ്റെ ചില വീഡിയോസിൽ പറയണ പോലെ ഞാൻ പറയാറുണ്ട്, എൻ്റേതായിട്ടുള്ള ആശയങ്ങളും എൻ്റേതായിട്ടുള്ള ഞാൻ സമൂഹത്തിൽ ഇത്ര നാളും ജീവിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുമാണ് എന്നിൽ കൂടെ ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ആരെങ്കിലും പറയാൻ പറഞ്ഞിട്ട് ഈ പള്ളിയെക്കുറിച്ച് 2 വാക്ക് പറയാം, അല്ലെങ്കിൽ ആ പള്ളി ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്കാണ് യാത്ര, ഈ സ്ഥലത്തേക്ക് വരാം, അങ്ങനെ പറയാനൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിച്ചൊരു കാര്യം ഞാൻ പറയണു. അതെല്ലാം ശരിയാവണമെന്നില്ല, എല്ലാം തെറ്റാവണമെന്നില്ല. ഞാൻ കണ്ട ഒരു കാര്യം, സിമ്പിൾ പള്ളി, അതിൽ എനിക്കൊരു ഇത് തോന്നിച്ചു, ഒരു സന്തോഷം തോന്നിച്ചു കണ്ടപ്പോൾ. ലൈറ്റിങ്ങും അതിൻ്റെ ഒരു മനോഹാരിത. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുപ്രഭാതത്തിൽ ഞാൻ വന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്, പൂങ്കുന്നത്ത് നിന്ന്.